എല്ലാവർക്കും നമസ്കാരം. അനൂസ് ഫ്യൂഷൻ കിച്ചന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ സ്പെഷ്യൽ എപ്പിസോഡാണ്. എല്ലാവർക്കും അറിയാലോ, ഇന്ന് നമ്മുടെ വിനായക ചതുർത്ഥിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വിനായക ചതുർത്ഥിയുടെ വീഡിയോസുകളുമായിട്ട് ഇത് ഒരു വ്ളോഗായിട്ട് ഞാൻ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതുവരെ വ്ളോഗ് ചെയ്തെന്നുള്ള ഒരു പരിചയം എനിക്കില്ല. എന്റെ ആദ്യത്തെ വ്ളോഗാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ഉണ്ടാവണം. അപ്പം ഇത് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ വിനായക ചതുർത്ഥിയുടെ എന്റെ ഒരു ദിവസത്തെ കാര്യങ്ങളാണ് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പൊ വിനായകന് വേണ്ടിയിട്ട് ഉണ്ണിയപ്പം ഒക്കെ ഉണ്ടാക്കുന്നതിന്റെ വീഡിയോസ് ഞാൻ ഇതിന്റെ കൂടെ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരുപാട് ഫുഡ് ഐറ്റംസ് ഒക്കെ ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. ഇതിൽ ചിലതൊക്കെ ഞാൻ ഇതിനു മുമ്പ് ഓരോ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അപ്പം നമുക്ക് വ്ളോഗിലേക്ക് പോകാം. ഇപ്പോൾ സമയം 4:30 മണിയായിട്ടുണ്ട്. ഞാൻ വീടിൻ്റെ ബാൽക്കണിയിൽ നിന്ന് എടുത്ത ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത്. ഇവിടെയും എല്ലാവരും ഉറക്കമാണ്. ഇനി എല്ലാവരെയും ഉണർത്തണം. ചേട്ടായി നല്ല ഉറക്കമാണ്, ഉണർത്തിട്ട്, കാരണം ജോലിക്ക് പോകാനുള്ളതാണ്. അപ്പം ഇപ്പോഴും എഴുന്നേറ്റ് റെഡി ആയാലേ ഒരു 6:15 ആകുമ്പോഴെങ്കിലും ഇറങ്ങാൻ പറ്റത്തുള്ളൂ. ചേട്ടായി എഴുന്നേറ്റ് കേട്ടോ. ഉറക്കമാണല്ല. ഇനി നമുക്ക് അടുത്ത ആളെടുത്തോട്ട് പോവാം. മോന് നല്ല ഉറക്കത്തില്ല. അവനെ പിന്നെ വിളിച്ചാലും എഴുന്നേക്കത്തില്ല. എന്നാലും നമുക്കൊന്ന് തട്ടി നോക്കാം എഴുന്നേക്കുന്നോണ്ട്. മോനെ ഡേയ്, ഒരു രക്ഷയില്ല, കിടന്ന് ഉറക്കോ. അമ്മ വിളക്ക് കത്തിപ്പൊക്കെ കഴിഞ്ഞു. നമ്മുടെ ഗണപതി ഭഗവാനെ വെച്ച് കഴിഞ്ഞു. അപ്പോൾ ഗണപതി ഭഗവാന്റെ ഫോട്ടോ ആ മുകളിലത്തെ നിരയിൽ ഇരുന്നതാണ്. അപ്പം നമ്മൾ ഈ പൂജ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഭഗവാനെ താഴോട്ട് ഇറക്കി വെച്ചേക്കുന്നത്. പിന്നെ അതിൻ്റെ മുമ്പിൽ നമ്മൾ വിളക്കും കത്തിച്ച് വെക്കണം. ഈ വിളക്ക് ഇനി തിരിച്ച് നമ്മൾ അതിന് ഇരുന്ന സ്ഥലത്ത് തന്നെ വെക്കുന്നത് വരെയും ആ വിളക്ക് അണയാൻ പാടില്ല. പിന്നെ ഈ ഭഗവാന് ഇഷ്ടമുള്ള എല്ലാം നമ്മൾ വെച്ച് പൂജിച്ചുകൊണ്ടിരിക്കണം. ഓരോ സമയത്തും നമ്മൾ ഭക്ഷണം കഴിക്കുന്ന എങ്ങനെയാണ് അതേപോലെ ഓരോ സമയത്തും ഭഗവാനും വെച്ച് പൂജിച്ചുകൊണ്ടിരിക്കണം. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇത് ശരിക്കും ഞാനിവിടെ വെച്ചിരിക്കുന്നത് എൻ്റെ ഫോട്ടോ തന്നെയാണ്. ശരിക്കും ഇതിൻ്റെ ചെറിയ ചെറിയ വിഗ്രഹങ്ങളും പ്രതിമകളും ഒക്കെ കിട്ടും വാങ്ങിക്കാനായിട്ട്. അപ്പോൾ അത് വെച്ചാണ് നമ്മൾ പൂജിക്കേണ്ടുന്നത്. പക്ഷെ അത് വെച്ച് പൂജിച്ച് കഴിയുമ്പം ഉള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ, ഇത് ഒരു നിമജ്ജനം ചെയ്യേണ്ട ചടങ്ങ് കൂടിയുണ്ട്. അത് നമുക്കിവിടെ ആ സാഹചര്യം അനുവദനീയമല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഫോട്ടോ വയ്ക്കാറ്. ഞാൻ ഇതിന് മുമ്പുള്ള വർഷങ്ങളിലും ഞാൻ ഇതുപോലെ ഫോട്ടോ തന്നെയാണ് വയ്ക്കുന്നത്. ഫോട്ടോ വെച്ച് പൂജിച്ചിട്ട് ഇപ്പോൾ 1.5 ദിവസമാണ് ഞാനിവിടെ വയ്ക്കുന്നത്. അത് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് എത്ര ദിവസം വേണമെങ്കിലും 3, 5, 7 എത്ര ദിവസം വേണമെങ്കിലും പൂജിക്കാവുന്നതാണ്. ഗണപതി ഭഗവാന്റെ പൂജ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ കിച്ചണിലേക്കാണ് പോയത്. കാരണം ചേട്ടായിക്ക് ജോലിക്ക് പോകേണ്ടതുകൊണ്ട് പെട്ടെന്ന് തന്നെ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും എല്ലാം റെഡിയാക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളെല്ലാം റെഡിയാക്കി ഞങ്ങളുടെ ജോലിയെല്ലാം കഴിഞ്ഞു. ചേട്ടായിയെ കഴിക്കാൻ വിളിച്ചിട്ടുണ്ട്. ചേട്ടായി പൂജാമുറിയിലാണ് ഇപ്പോൾ കഴിക്കാനായിട്ട് വരുന്നതാണ്. ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് അപ്പവും വെള്ളക്കടലയുടെ കടലക്കറിയുമാണ് ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ചേട്ടായിക്ക് ഹോർലിക്സ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാനിവിടെ ഒരു ഹോർലിക്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പ്ലേറ്റും എല്ലാം എടുത്ത് റെഡിയാക്കി വെയിറ്റ് ചെയ്യാണ്. ഇപ്പം ചേട്ടായി കഴിക്കാനായിട്ട് എത്തുന്നതാണ്. ഇപ്പോൾ സമയം 6:20 ആയിട്ടുണ്ട്. അപ്പോൾ ചേട്ടായി വന്നു, ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുകയാണ്. 6:30 ആകുമ്പോഴത്തേക്ക് ജോലിക്ക് പോകാൻ ഇറങ്ങേണ്ടതാണ്. അപ്പം ചേട്ടായി എല്ലാവർക്കും ഹായ് ഒക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഹാപ്പി വിനായക ചതുർത്ഥിയും പറയുന്നുണ്ട്. ഇപ്പോൾ പോകാനായിട്ട് സമയമായി. വണ്ടിയൊക്കെ എടുത്തു പോകാനായിട്ട് ഇറങ്ങുകയാണ്. ഇനി ഈവനിങ് 6:30 ആവും വരാനായിട്ട്. മക്കളെ രണ്ടുപേരെ രാവിലെ വിളിച്ചിട്ട് അവരന്നേരം എഴുന്നേറ്റില്ലായിരുന്നു. ഒരു 6 മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് അവരൊന്ന് എല്ലാം കുളിച്ച് റെഡിയായിട്ടൊക്കെ വന്നു. നാമം ചെല്ലാൻ പോവുകയാണ്. ശ്രീരാം രമണാത്മാ രാമ ലോകാഭിരാമ രാമ ശ്രീരാമ സീതാഭിരാമ നന്ദാത്മക വിഷ്ണു ശ്രീരാമ രാമ രമ രമണ രഘുപതേ ശ്രീരാമ രാമ പുരുഷോത്തമ ദയാനിധേ ശ്രീരാമ സൃഷ്ടിസ്ഥിതി പ്രളയ ഹേതുമൂർത്തേ ശ്രീരാമ ദശരഥ നന്ദനേ. ത്രിഭുവനത്തിങ്കൾ മാനവനായ ഭവാൻ ക്ഷത്രിയനെന്നാകിലോ നില്ല രക്ഷണം എന്നോട് യുദ്ധം ചെയ്യുവാൻ വില്ലിങ്കൽ നിനക്കേറ്റം വല്ലഭമുണ്ടല്ലോ കേൾ. നീയല്ലോ ബലാൽ ശൈവചാപം കണ്ണിച്ചത് എന്റെ അല്ലാതെ കൂട്ടത്തോടെ സംഹരിച്ചിടുന്നത് ഉണ്ട്. ഇല്ല സന്ദേഹം എനിക്കെന്നത് ധരിച്ചാലും. ക്ഷത്രിയ കുലാന്തകൻ ഞാനെന്നറിഞ്ഞില്ലേ, ശത്രുത്വം നമ്മിൽ പണ്ടു പണ്ടേ ഉണ്ടെന്നോർക്ക നീ. രേണുകാത്മജനേവം പറഞ്ഞോനന്തരം
ഷോണിയും പാരമൊന്നു വിറച്ചു ഗിരികളും അന്ധകാരം കൊണ്ടാകെ. അപ്പോൾ രണ്ടുപേരുടെയും നാമഞ്ചലൊക്കെ കഴിഞ്ഞ് അത്രങ്ങ് രണ്ടുപേരും പെർഫെക്റ്റ് ആയിട്ടൊന്നും അല്ല വായിക്കുന്ന, എങ്കിലും എല്ലാ ദിവസവും ഞാനത് ചെയ്യിപ്പിക്കും. കാരണം അതൊക്കെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമായി വരണമല്ലോ, അതുകൊണ്ട്. അപ്പോൾ ഇനി ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് ഞങ്ങൾ ഭഗവാൻ വെച്ച് നിവേദ്യം കഴിക്കാൻ പോവുകയാണ്. അപ്പം നമ്മൾ ആദ്യമായി ഗണപതിക്ക് വെച്ച് പൂജിച്ച നിവേദ്യം എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് താണ്ടേ ഇവർ രണ്ടുപേരുടെ കഴിക്കാൻ പോവുകയാണ്. അപ്പം എന്താ നിവേദ്യം ഞങ്ങൾ ടേസ്റ്റ് ചെയ്യാൻ പോവാ. ആദ്യം നിങ്ങൾ ടേസ്റ്റ് ചെയ്യുന്ന. അപ്പോൾ ഇവിടെ ഇപ്പം ചേട്ടായി രാവിലെ ജോലിക്ക് പോയി, പിന്നെ ഞാനും അമ്മയും മക്കളും മാത്രമേ ഉള്ളൂ. അപ്പം ഞങ്ങളിതൊന്ന് കഴിക്കട്ടെ. ഇനി ഞങ്ങൾ ഉണ്ണിയപ്പം തയ്യാറാക്കാനായിട്ട് പോവുകയാണ്. അപ്പം ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ഞാനിവിടെ കാണിക്കുന്നുണ്ട്. നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം. ഉണ്ണിയപ്പം തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 1/2 കിലോ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 1/2 കിലോ ശർക്കര. അപ്പോൾ ഇത് ഞാനിവിടെ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് അതിനെ ഒന്ന് അലിയിച്ചെടുത്ത് അരിച്ച് റെഡിയാക്കി വെച്ചേക്കുന്നതാണ്. പിന്നെ വേണ്ടുന്നത് തേങ്ങാക്കൊത്താണ്. ഇത് കുറച്ച് നെയ്യിൽ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ 3 പഴം, പിന്നെ കുറച്ച് എള്ള്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ മതി നമ്മുടെ ഉണ്ണിയപ്പം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പം നമ്മളിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എളുപ്പത്തിന് നമുക്ക് പഴത്തിനെ ഒന്ന് മിക്സിയിൽ അടിച്ചുകൊണ്ട് വരാം. അപ്പോൾ ഞാൻ പഴത്തിനെ ദാണ്ടെ മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു വലിയ പാത്രം എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മുടെ ശർക്കര പാനി ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മൈദ ആഡ് ചെയ്ത് കൊടുക്കാം. അത് ഉണ്ണിയപ്പം ഒന്ന് സോഫ്റ്റ് ആവുന്നതിന് വേണ്ടിയിട്ടാണ്, നിർബന്ധമില്ല, ഇഷ്ടം ഉള്ളവർക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇനി ഇതിലേക്ക് ബാക്കിയിരിക്കുന്ന അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പം ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇനി നമുക്ക് 2 സാധനങ്ങളൂടെ ഇതിനകത്ത് ചേർക്കാനുണ്ടല്ലോ. അപ്പോൾ ഇനി എള്ളെടുക്കാം. എള്ളും കൂടെ ഇതിനകത്തോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് നമ്മുടെ പഴം മിക്സിയിൽ അടിച്ചെടുത്തത് അതും കൂടെ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ തേങ്ങ കൊത്ത് അത് നല്ല കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് നെയ്ക്കകത്ത് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പം അതും കൂടെ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഉള്ള പരിപാടി എന്ന് പറഞ്ഞാൽ ഇത് ഇത്രയും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ മിക്സ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് സോഡാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഉണ്ണിയപ്പം ഒന്ന് സോഫ്റ്റ് ആവാനാണ് ഒരു 1/4 ടീസ്പൂൺ സോഡാപ്പൊടി. അപ്പോൾ ഇത്രയും കൂടെ ആഡ് ചെയ്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്യാം. ഇതിപ്പോൾ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുക്കുവാണ്. അപ്പം നമുക്കിതിനകത്തോട്ട് കുറച്ച് വെള്ളവും കൂടെ ചേർക്കേണ്ടി വരും. കാരണം ഇതിപ്പോൾ ഇച്ചിരി കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ഒന്ന് ലൂസാക്കി എടുക്കാം. ശകലം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ദാണ്ടെ ഇതേപോലൊക്കെ ഒരു പരുവായി നമുക്ക് കിട്ടണം. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മളിത് ചെയ്യാനായിട്ട്. അപ്പോൾ ഇപ്പം ഏകദേശം കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ ആക്കി നിർത്തിയിട്ട് ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് വെച്ചേക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ നമ്മുടെ ഉണ്ണിയപ്പച്ചട്ടി വെച്ചിട്ട് ഉണ്ണിയപ്പച്ചട്ടിയിലോട്ട് ഇച്ചിരി നെയ്യ് ഒഴിച്ചു കൊടുക്കുവാണ്. നെയ്ക്കകത്ത് ഉണ്ടാക്കണമെന്ന് നിർബന്ധമില്ല. ഇതിപ്പോൾ നമ്മൾ വിനായക ചതുർത്ഥി സ്പെഷ്യൽ ആയതുകൊണ്ട് ഭഗവാന് മുമ്പിൽ ആദ്യമേ വെക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നെയ്യ് ഉപയോഗിച്ചതേ ഉള്ളൂ. നമുക്ക് എണ്ണയിൽ തന്നെ ചെയ്തെടുക്കാം. ഞാനിതിപ്പോൾ ആദ്യം നെയ്യിൽ ചെയ്തെടുത്തിട്ട് പിന്നെ ബാക്കിയുള്ളത് എണ്ണയ്ക്കകത്തായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്ന് നല്ല ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ചൂടായിക്കഴിഞ്ഞാൽ തീയൊക്കെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിരിക്കണം. കാര്യം ഇത് ഒഴിക്കുന്നതനുസരിച്ച് തന്നെ പെട്ടെന്ന് വേവുകയും ചെയ്യും. അപ്പം മാവുകളെല്ലാം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അധികം വെച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്കിത് തിരിച്ചിടാം. തിരിച്ചിടുന്നതിന് സ്പൂണോ അല്ലെങ്കിൽ നമ്മൾ പപ്പടം കുത്തിയോ ഒക്കെ ഉപയോഗിച്ച് നമുക്ക് തിരിച്ചിടാവുന്നതാണ്. അപ്പോൾ ഞാൻ എല്ലാത്തിനെയും ദാണ്ടെ ഇവിടെ മറിച്ചിട്ടിട്ടുണ്ട്. മറിച്ചിട്ട് കഴിഞ്ഞിട്ടും നമുക്ക് അധിക സമയം വെച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് നമ്മുടെ ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പം റെഡി ആയതിനെ ഞാൻ പെട്ടെന്ന് എടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഉണ്ണിയപ്പം ദാണ്ടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഫസ്റ്റ് നമ്മൾ നെയ്യിൽ ഉണ്ടാക്കിയ ഉണ്ണിയപ്പമാണ്. ബാക്കിയുള്ള ഉണ്ണിയപ്പം കൂടെ ഞാൻ ഇതുപോലെ തന്നെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഒരു 1/2 കിലോ അരിപ്പൊടിക്ക് ഞാൻ ദാണ്ടെ ഇത്രയും ഉണ്ണിയപ്പമാണ് ഇവിടെ ഇന്നിപ്പോൾ ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഉണ്ണിയപ്പത്തിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി ഞാൻ അടുത്തതായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് പായസമാണ്. ഉണ്ണിയപ്പത്തിൻ്റെ കൂടെ ഞാൻ ദാണ്ട് ഇവിടെ ഉണ്ടാക്കിയത് ഗോതമ്പ് പായസമാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇതിന് മുമ്പൊരിക്കൽ ചെയ്തതാണ്. അപ്പം അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. പിന്നെ നമ്മുടെ പായസവും ഉണ്ണിയപ്പവും ഒക്കെ വെച്ച് ഭഗവാന് പൂജിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം
ഇനി നമുക്ക് ഭക്ഷണം കഴിക്കാം. ഭഗവാനെല്ലാം കഴിച്ചു ഉച്ചഭക്ഷണമൊക്കെ കഴിച്ചിട്ടിരിക്കുവാണല്ലോ. ഇനിയിപ്പോൾ നമുക്കിവിടെ ഉള്ളവർക്ക് കഴിക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ചേനത്തീയലും ചോറും ക്യാരറ്റ് മെഴുക്ക് പുരട്ടിയും പപ്പടം പൊള്ളിച്ചതും കടുമാങ്ങ അച്ചാറും പുളിശ്ശേരിയുമാണ് റെഡിയാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇനി ഊണ് കഴിക്കാനായിട്ട് പോവുകയാണ്. ഒരാളവിടെ പഠിക്കുന്നെന്നും പറഞ്ഞുകൊണ്ട് കള്ളത്തരം കാണിച്ചിരിപ്പുണ്ട്. അപ്പം കണ്ടാൽ ഭയങ്കര പഠിത്തമാണെന്ന് വിചാരം. വിളിക്കട്ടെ അവനെ കൂടെ. ഊണൊക്കെ കഴിച്ചിട്ടുണ്ട്. ഊണെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് രണ്ടും കൂടെ ഇവിടെ കിടന്ന് അടി കൂടുകയാണ്. ഇവർക്ക് രണ്ടുപേർക്കും എപ്പോഴും ഇതൊക്കെ തന്നെയാണ് ഇവിടെ പണി. വലുതായെന്നുള്ള ബോധമൊന്നും രണ്ടുപേർക്കും ഇല്ല. അവിടെ കിടന്ന് അടിയൊക്കെ കൂടി നടക്കട്ടെ. നമുക്കിതൊന്നും ശ്രദ്ധിക്കാനുള്ള ടൈമില്ല. ഇനി അടുത്ത ഫുഡ് നമുക്ക് റെഡിയാക്കണ്ടേ. അപ്പം ഒരു വൈകുന്നേരമൊക്കെ ആയിട്ടുണ്ട്. ഞാൻ അവിടെ വീടിൻ്റെ ബാൽക്കണിയിൽ വന്ന് നിന്നിട്ടൊന്ന് എടുത്തതാണ്. രാവിലെ നല്ല ഇരുട്ടല്ലായിരുന്നോ, അപ്പം പകൽവെട്ടത്ത് ഒന്ന് എടുത്തതാണ് കുറച്ച് സമയം. ഇനിയിപ്പോൾ ഒന്ന് കുളിച്ച് ഫ്രഷായൊക്കെ വരാം. ഇനിയിപ്പോൾ അടുത്ത വൈകുന്നേരത്തെ പൂജയൊക്കെ തുടങ്ങണ്ടേ. ചേട്ടായും ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. കുളിച്ച് ഫ്രഷ് ആവാനായിട്ട് പോയേക്കുവാണ്. അപ്പം അമ്മ സന്ധ്യ സമയത്ത് എല്ലാ ദിവസവും കുറച്ച് നേരം പാരായണം ചെയ്യാറുണ്ട്. അപ്പം ഇനി നമുക്കതൊന്ന് കുറച്ച് നേരം കേൾക്കാം. സുന്ദരൻ സുകുമാരനിന്ദുപതി മോദത്തോടരുളി ചെയ്തിടണം ദയാനിധേ. മാർഗണം നിഷ്ഫലമായി വരികയില്ല മമ ഭാർഗവരാമാ ലക്ഷ്യം കാട്ടിത്തന്നീട വേണം. ശ്രീരാമവചനം കേട്ട നേരം ഭാർഗവനും ആരൂഢാനന്ദം അതിനുത്തരം അരുൾ ചെയ്തു. ശ്രീരാമ രാമ മഹാബാഹോ ജാനകീപദേ ശ്രീരാമണാത്മാ രാമ ലോകാഭിരാമ രാമ. ശ്രീരാമ സീതാഭിരാമാനന്ദ ദശരഥനന്ദന ശ്രീകേശ. ശ്രീരാമ രാമ കൗസല്യാത്മജാ ഹരേ. എങ്കിലോ പുരാവൃത്തം കേട്ടുകൊണ്ടാലും മമ പങ്കജ വിലോചന കാരുണ്യപരാനി. അരവിന്ദ മന്ത്രി മഹേന്ദ്രാദി വൃന്ദാരകേന്ദ്ര മുനി വൃന്ദവന്ദിതൻ ദേവൻ മന്ദഹാസവും പൂണ്ടു വന്ദിച്ചു മന്ദേതരം നന്ദിച്ചു ദശരഥൻ നന്ദനൻ വില്ലും വാങ്ങി. അമ്മയുടെ പാരായണം ഒക്കെ കഴിഞ്ഞു. ഇനി ഞങ്ങളുടെ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ സന്ധ്യ സമയത്ത് ഭഗവാന് നീതിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ 2 സൈസിലുള്ള മോദകങ്ങളാണ്. ഒന്ന് ശർക്കരയും തേങ്ങയും വെച്ചുള്ളതും ഒന്ന് പയറും ശർക്കരയും വെച്ചുള്ളതും. അപ്പോൾ ഇത് രണ്ടും ഭഗവാന് വളരെയധികം ഇഷ്ടമാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ എന്തായാലും ഞങ്ങളിതിവിടെ വെച്ചു പൂജിക്കുകയാണ്. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ ദിവസത്തെ പൂജയൊക്കെ കഴിയുകയാണ്. അപ്പം പൂജയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ എല്ലാവരും ഇത് ഒരുമിച്ചിരുന്ന് കഴിക്കാൻ പോവുകയാണ്. ചേട്ടന്റെ ബർത്ത്ഡേക്ക് ശരിക്കും ഏപ്രിൽ 1 വരണ്ട പറഞ്ഞു. ഞാൻ ഒക്ടോബർ 14 അത് ചേട്ടായിക്ക് ജംഗ്ഷനിലോട്ടൊന്ന് പോകേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ റെഡിയാവാനായിട്ട് പോയേക്കാണ്. ഇപ്പം വരും. ഞങ്ങൾ ഇത് കഴിക്കാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞു. ഞങ്ങൾക്കങ്ങനെ രാത്രി ഭക്ഷണം അന്നത്തെ ദിവസം ഭഗവാന് രാവിലെ തൊട്ട് ഉണ്ടാക്കിയ ഭക്ഷണങ്ങളൊക്കെ ആയിരുന്നു ഞങ്ങളുടെയും രാത്രി ഭക്ഷണം. അപ്പോൾ അതൊക്കെ കഴിച്ചു. ഇന്നത്തെ പൂജയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ദിവസം എന്തൊക്കെയാണ് ചെയ്തതെന്ന് നോക്കാം.
ഇന്ന് രാവിലെയും ഇന്നലത്തെ പോലെ തന്നെ പഴമാണ് ഫസ്റ്റ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് വെച്ച് അതിൻ്റെ പൂജ കഴിഞ്ഞു. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് എല്ലാവരെയും വിളിച്ചിട്ടുണ്ട്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോവുകയാണ്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല ചൂട് ദോശയും ചട്നിയുമാണ്. അപ്പം നമുക്കെല്ലാവർക്കും കൂടെ ആ ദോശയും ചട്നിയും ഒന്ന് കഴിച്ചാലോ? അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോവുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം വേണം നമുക്കിനി അടുത്ത ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാനായിട്ട്. വെറൈറ്റി സാധനങ്ങളൊക്കെ പുറകെ വരുന്നുണ്ട്. അത് നമുക്ക് കാത്തിരുന്ന് കാണാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു 2-3 ഗസ്റ്റുകളെ കിട്ടിയിട്ടുണ്ട്. ചേട്ടായിയുടെ ഫ്രണ്ട്സാണ്, അപ്രതീക്ഷിത ഗസ്റ്റാണ്. അപ്പോൾ ചേട്ടായി അവരുമായിട്ട് കുശലം പറഞ്ഞിരിക്കുകയാണ്. ഞാൻ ആ സമയം കൊണ്ട് പോയി എള്ളു പായസം ഉണ്ടാക്കാനായിട്ട് പോയി. ഇനി ആ എള്ളു പായസം റെഡി ആയിട്ടുണ്ട്. ഇനി അത് നമുക്ക് ഭഗവാന് പൂജിക്കാം. അപ്പോൾ ഈ എള്ളു പായസമൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പി നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. എല്ലാം കൂടി ഇതിനകത്തായ ഇപ്പം തന്നെ ഈ വീഡിയോ ഒരുപാട് ലെങ്തിയായി. അതുകൊണ്ട് ഇനിയുള്ള റെസിപ്പീസിൻ്റെ എല്ലാം വീഡിയോ പ്രത്യേകം ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഉച്ച സമയമായിട്ടുണ്ട്. നമ്മൾ ഉച്ച സമയത്തേക്ക് നമ്മൾ പൂജിക്കാനായിട്ട് റെഡിയാക്കിയിരിക്കുന്നത് സ്വീറ്റ് റൈസാണ്. ഈ സ്വീറ്റ് റൈസും എള്ള് പായസവും ഒക്കെ വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പീസാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ ഇതിൻ്റെ വീഡിയോസ് ഇനി ഇടുന്നതായിരിക്കും. അപ്പോൾ ഞങ്ങൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇനി ഞങ്ങൾ ഉച്ചഭക്ഷണം കഴിക്കാനായിട്ട് പോവുകയാണ്. ഉച്ചഭക്ഷണമൊക്കെ കഴിഞ്ഞു. ഞങ്ങളെല്ലാവരും കൂടി വർത്തമാനം പറഞ്ഞൊക്കെ ഇരിക്കുകയാണ് കുറച്ച് നേരം. അപ്പം ഇത് ചേട്ടായിയുടെ അമ്മയാണ് കൂടി ഇരിക്കുന്നത്. അപ്പം ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചേട്ടായിയുടെ സിസ്റ്ററിൻ്റെ ഒരു വീഡിയോ കോളും കൂടെ വന്നായിരുന്നു. അപ്പോൾ ഞാൻ അതും കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം മോള് പറഞ്ഞായിരുന്നു, ചെണ്ട പെങ്ങടെ മോളെ മേഘ, അവൾ പറഞ്ഞായിരുന്നു അവളെ നാണം കെടുത്തരുതേന്ന്. എങ്കിലും ഞാനിതിനകത്ത് ആ വീഡിയോയും കൂടെ ചെയ്തിട്ടുണ്ട്. അവരുടെ സംസാരം കൂടെ നമുക്ക് കുറച്ചൊന്ന് കേൾക്കാം. അവരറിഞ്ഞിട്ടില്ല എടുക്കുന്നത്. കണ്ടിട്ട് വലിയ കുഴപ്പമൊന്നും കാണുന്നില്ല, നടന്നൊക്കെയാ വന്നത്. എവിടെ നീ മേഘ വന്നില്ലേ? മേഘ അവിടെ ഇല്ലേ? സംസാരിച്ചോ? തിരിച്ചിട്ടുണ്ട് എന്നാ അവളെ നിന്റെ പരീക്ഷ കഴിഞ്ഞോ? അപ്പം ഇപ്പം വൈകുന്നേരമായിട്ടുണ്ട്. ഞങ്ങളുടെ ചായ കുടിയൊക്കെ കഴിഞ്ഞു. അമ്മയും ചേട്ടായും കൂടെ കൊല്ലത്തോട്ട് പോകാനായിട്ടൊക്കെ ഇറങ്ങുവാണ്. അവരിറങ്ങിയതിന് ശേഷം ഞാൻ പയർ പായസം തയ്യാറാക്കാനായിട്ട് പോയി. പയർ പായസമൊക്കെ റെഡിയാക്കി ഞങ്ങൾ സന്ധ്യ സമയത്ത് ഞങ്ങളെല്ലാവരും കൂടി പൂജാ റൂമിലാണ്. പൂജ നടക്കുകയാണ്. അപ്പം ഇപ്പം ഈ ഒരു പൂജയോടുകൂടി നമ്മളുടെ വിനായക ചതുർത്ഥി പൂജ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമ്മൾ വിനായക ചതുർത്ഥി ദിവസം ഒരു വിഗ്രഹമായിരുന്നു വെച്ചിരുന്നെങ്കിൽ ഇവിടെ നിമജ്ജനം ചെയ്യുന്ന ചടങ്ങുണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പം നമ്മളിവിടെ നിമജ്ജനം ചെയ്യുന്നതിന് പകരം അങ്ങനെയുള്ള ഒരു സാഹചര്യം നമുക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പം നമ്മുടെ ഫോട്ടോ നമ്മൾ വെച്ചിരുന്ന വിനായകൻ്റെ പടം നമുക്ക് മുകളിലോട്ട് വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പം നമ്മൾ വീട്ടിൽ മുതിർന്നവർ ഉണ്ടെങ്കിൽ ഏറ്റവും മുതിർന്നവർ ചെയ്യണം എന്നാണ് പറയുന്നത് ഈ ചടങ്ങ്. അപ്പം അതിനായിട്ട് അമ്മയായിരുന്നു അപ്പം ഫോട്ടോ താഴെ ഇറക്കി വെച്ചത്. അപ്പോൾ അമ്മയെക്കൊണ്ട് തന്നെ നമുക്കിത് മുകളിലോട്ട് വയ്ക്കാം. ഇനി ഇത് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നുള്ളൊരു ഉദ്ദേശം കൂടി ഞാൻ പറയാം. നമ്മൾ ഈ ഫോട്ടോ ഇപ്പോൾ ഇങ്ങനെ താഴോട്ട് ഇറക്കി വെച്ച് പൂജിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു വർഷം നമ്മൾ അനുഭവിച്ച ദോഷങ്ങളും ദുരിതങ്ങളും എല്ലാം മാറി നമുക്ക് നല്ലത് വരണം, അല്ല ഇനി ഒരു പുതിയ വർഷത്തിൽ നമുക്ക് എല്ലാം നല്ലത് തന്നെ ഉണ്ടാവണം എന്ന് നമ്മൾ ഭഗവാനോട് മനസ്സുരുകി പ്രാർത്ഥിച്ചാൽ അത് അങ്ങനെ തന്നെ വരും എന്നാണ് ഇതിൻ്റെ ഒരു സാരം. അപ്പോൾ അതിനായിട്ടാണ് നമ്മൾ ഭഗവാനെ ഇങ്ങനെ വെക്കുന്നത്. ഇപ്പം പ്രതിമയോ അല്ലെങ്കിൽ വിഗ്രഹങ്ങളോ ഒക്കെ വെക്കുന്നവർ അതുകൊണ്ട് നിമജ്ജനം ചെയ്യുന്നതോടുകൂടി നമ്മുടെ ദുരിതങ്ങളെല്ലാം മാറി നമ്മൾ പുതിയ വർഷത്തിൽ ഭഗവാനെ വീണ്ടും വിളിച്ചുകൊണ്ടാണ് നമ്മൾ ആ നിമജ്ജന കർമ്മം ചെയ്യുന്നത്. നമുക്കിവിടെ നമ്മുടെ ഫോട്ടോ നമുക്ക് അതൊന്ന് അനക്കി വെക്കണ്ടേ. അപ്പോൾ അതിനായിട്ട് നമ്മൾ താഴെ ഇറക്കി വെച്ച ഫോട്ടോ നമുക്ക് മുകളിലോട്ട് വെക്കാം. അപ്പോൾ ആ ഒരു കർമ്മം കൂടി ചെയ്യുന്നതോടുകൂടി നമ്മളുടെ പൂജ അവസാനിക്കുകയാണ്. ഇനിയിപ്പോൾ അതിവിടെ അമ്മ ചെയ്യാൻ പോവുകയാണ്. അപ്പം വീട്ടിലുള്ള മുതിർന്നവർ തന്നെയാണിത് ചെയ്യേണ്ടുന്നത്. അപ്പം അമ്മയുടെ ആ കർമ്മം നിർവഹിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മളുടെ പൂജ ഇതോടുകൂടി അവസാനിക്കുകയാണ്.
എൻ്റെ അറിവിൽപ്പെട്ട കാര്യങ്ങളും ഒക്കെയാണ് ഞാനിവിടെ ചെയ്യുന്നതും പറയുന്നതും. അപ്പം നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മളെ മനസ്സിനൊരു സംതൃപ്തി, ഒരു സമാധാനം ഒക്കെ ഉണ്ടാവും. ഇതുപോലെ നിങ്ങളെ കൊണ്ടും ആവുന്നത് പോലെ നിങ്ങളെല്ലാവരും ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ, നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കിന്ന് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കാം. गणपति बप्पा मोरिया, पुदुचिया वर्षी लाव करिया. जय गणेश. बाय. हैप्पी विनायक.